എനിക്ക് എന്താ കിട്ടാന്നുള്ളത് പറഞ്ഞു. ഇതെടുത്ത് ഞാൻ തരാനറിയാം. ഞാനിത് വേർത്ത് തുടങ്ങിച്ച് വെള്ളം തരുമായിരിക്കും. ഞാൻ കണ്ടന്റിന് വേണ്ടി നീട്ടിയതല്ലേ. മനസ്സിലായി. ലാസ്റ്റ് ആയിട്ട് അടി ഉണ്ടാക്കിയ മൊമെന്റ് ഏതാ? ഈസി. ഏത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയാ. എന്നിട്ട് ആ അത് ദിവസം പോരാ, അത് എന്താ സീക്വൻസ് എന്ന് പറയണം. എന്തായിരുന്നു, എന്താണ് സീക്വൻസ്? ഷെയ്ൻ ബ്രോ പറയൂ, മറച്ചു വെച്ചിട്ട് പറയൂ. ഞങ്ങൾ അടി ഉണ്ടാക്കിയതൊന്നുമില്ല. ഞങ്ങൾ എല്ലാ ദിവസവും വഴക്കുണ്ടാക്കാറുണ്ട്. ഞങ്ങൾക്ക് വഴക്കുണ്ടാക്കണതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇന്നലെ വഴക്കുണ്ടാക്കിയത് മീൻ കറി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാത്തവരാണ്. ആര് വെച്ച? ഷെയ്ൻ ബ്രോ വെച്ചു. ഞാൻ വെച്ചില്ല. അതിനാണ് ഇന്നലെ വഴക്കുണ്ടാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു മീൻ കറി ഫ്രിഡ്ജിൽ വെക്കണ്ട, അത് ചീത്താവില്ല എന്ന് പറഞ്ഞു. അതിനൊരു വഴക്കുണ്ടായി. പിന്നെ മറന്നുപോയല്ലേ? ഇന്നത്തെ കാര്യം മറന്നുപോയി. ഇന്നലത്തെ വലിയ വഴക്ക്. ഇന്നത്തെ അങ്ങനെ അത്ര വലിയ വഴക്കൊന്നും ആയിരുന്നില്ല. വെറുതെ ഇങ്ങനെ നമ്മള് സംസാരിക്കും. ഇന്ന് വഴക്കുണ്ടായോ? ഇന്ന് വഴക്കുണ്ടായി. പുറത്തു പറയാൻ പറ്റില്ല. ഇന്നലെ വഴക്കുണ്ടായി. എന്താ എഴുതിയ വിനീഷ്? ടുഡേ. നമുക്ക് അടുത്ത ചോദ്യം ഇത് എഴുതേണ്ടതാണ്. നിങ്ങൾ പരസ്പരം കൊടുത്ത ഫസ്റ്റ് ഗിഫ്റ്റ്. വെരി ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. പക്ഷേ ഇത് കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും. എനിക്ക് ചേട്ടായി തന്നു, ഞാൻ എഴുതിയാൽ മതിയല്ലോ. അതന്നെ. ഓക്കെ, എനിക്ക് വേണ്ട. എനിക്ക് എന്താ കിട്ടാന്നുള്ളത് പറഞ്ഞു. ചേട്ടായി മറക്കരുത്, ഇപ്പോഴും കയ്യിലുണ്ട്. മറക്കരുത്, ഇപ്പോഴും കയ്യിലുണ്ട്. എന്റെ കയ്യിലോ? ഇപ്പഴല്ല, ഇവിടെ അല്ല, കാറിലുണ്ട്. കൊണ്ട് നടക്കുന്ന എല്ലാ ദിവസവും കയ്യിൽ കൊണ്ട് നടക്കുന്ന സാധനമാണ്. മറന്നു ഞാൻ. ആലോചിച്ച് കണ്ടുപിടിക്കണ്ടേ? ഞാൻ ശരിയാക്കി തരാം. ഞാനിന്ന് എല്ലാ ദിവസവും കൊണ്ട് നടക്കുന്ന എന്തേലും എഴുത്. നമുക്ക് തെറ്റാണ്, നമുക്ക് അപ്പൊ കോംപ്രമൈസ് ചെയ്യാം. മറന്നല്ലേ? ഇപ്പഴും കയ്യിലുള്ള സാധനമാണ്. ഇപ്പൊ കയ്യിലില്ല, കാറിലുണ്ട്. ഞാൻ എന്തേലും എഴുതി ആലോചിച്ചിട്ട്. ഞാൻ അങ്കമാലിന്ന് മേടിച്ചത്. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് ക്ലൂ തരാൻ പറ്റത്തില്ല. അങ്കമാലിന്ന് മേടിച്ച ഇതെടുത്ത് ഞാൻ തരാനറിയാം. ഞാനിത് വേർത്ത് തുടങ്ങിച്ച് വെള്ളം തരുമായിരിക്കും. കാറിലുണ്ട്, എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കാറ്? തെറ്റിക്കഴിഞ്ഞാ തീർന്ന്. കറക്റ്റ് അല്ലേ? ഞാൻ കണ്ടന്റിന് വേണ്ടി നീട്ടിയതല്ലേ. മനസ്സിലായി. എന്താ വിനീഷ തന്ന എന്താണ്? പേഴ്സാണ്. എനിക്ക് വെസ്റ്റ് സൈഡിലൊന്ന് ഡ്രസ് മേടിച്ചു. അപ്പൊ അടുത്തത് ഫേവറേറ്റ് ഫുഡ്. പെട്ടെന്ന് എഴുതിയിരുന്നത്. രണ്ടുപേരും ഫുഡി ആയതുകൊണ്ട് റൈസും ആൻഡ് കറി. ചോറാണോ ഏറ്റവും ഇഷ്ടമുള്ളത്? ചോറും 3 നേരം ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു തരം കറി മതി. 2 തരം കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിനീഷയ്ക്ക് ബിരിയാണിയാണ് ഇഷ്ടം. എനിക്ക് ബിരിയാണി. അങ്ങനെ ഏതെങ്കിലും സ്പെഷ്യൽ അങ്ങനെ ഉണ്ടോ? എന്ത് ബിരിയാണി? ബിരിയാണി ഒക്കെ ഇഷ്ടമാണ്. ഓ, അങ്ങനെ പുറത്തുനിന്ന് കഴിക്കണോ വീട്ടിൽ കുക്ക് ചെയ്ത്? ഏതായാലും ആണല്ലേ. ബിരിയാണി എന്നുള്ള പേര് മതി. ബിരിയാണി എന്നുള്ള പേര്. ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഏതാ കഴിച്ചിട്ടുള്ളത്? ചേട്ടാ ഉണ്ടാക്കി ബിരിയാണി.